നമസ്കാരം. ചിങ്ങരാശിക്കാരായ എല്ലാവർക്കും ഈ ആഴ്ചയിലെ വിശദമായ ഫലങ്ങളിലേക്ക് സ്വാഗതം. ഈ ആഴ്ച സൂര്യൻ്റെ അനുഗ്രഹവും ചില ഗ്രഹമാറ്റങ്ങളുടെ സ്വാധീനവും കാരണം ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ക്ഷമയും വിവേകവും നിങ്ങൾക്ക് ആവശ്യമായി വരും. ഇനി എന്തൊക്കെയാണ് ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ആഴ്ച ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനം ലഭിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാനും പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനും സാധ്യത കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സിൽ നിങ്ങൾ എല്ലാ തീരുമാനങ്ങളും വ്യക്തമായി സംസാരിച്ച് മാത്രം എടുക്കുക. സാമ്പത്തികമായി നിങ്ങൾക്ക് മെച്ചമുള്ള ആഴ്ചയാണ്. മുടങ്ങിക്കിടന്ന പണം നിങ്ങൾക്ക് ഈ ആഴ്ച ലഭിക്കും. എന്നാൽ അനാവശ്യ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. നിക്ഷേപം നടത്തണമെങ്കിൽ പരിചയസമ്പന്നരുടെ അഭിപ്രായം തേടുന്നത് നിങ്ങൾക്ക് ഈ വാരം ഗുണം ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് വർദ്ധിക്കും. ബന്ധുക്കളായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഈ വാരം അവസരം ലഭിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം ഈ വാരം നിങ്ങൾക്ക് കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം യാത്ര പോകാനുള്ള സാധ്യതയും ഈ വാരം നിങ്ങൾക്ക് കാണുന്നു. പ്രണയബന്ധത്തിലുള്ളവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈ വാരം അനുയോജ്യമായ സമയമാണ്. തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. വിവാഹ ആലോചിക്കുന്നവർക്ക് ഈ വാരം വീട്ടുകാരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ വാരം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. മികച്ച വിജയം നേടാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ആഴ്ച അനുകൂലമാണ്. സമയം പാഴാക്കാതെ നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൊതുവെ ആരോഗ്യം നിങ്ങൾക്ക് ഈ വാരം നല്ലതായിരിക്കും. എന്നാൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം എന്നിവ ഈ വാരം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുകയും ഈ വാരം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അവ അവഗണിക്കാതെ ഇരിക്കുക. ഈ ആഴ്ച ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദേഷ്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ പിന്നീട് വിഷമം നിങ്ങൾക്ക് ഉണ്ടാക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. പ്രധാന രേഖകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഇതൊക്കെ ആണ് ചിങ്ങൻ രാശിക്കാർ ഈ വാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വാരം ഭാഗ്യം നൽകുന്ന കാര്യങ്ങൾ: ഭാഗ്യദിനം ഞായറാഴ്ച, വ്യാഴാഴ്ച. ഭാഗ്യനിറം സ്വർണ്ണ നിറം ഓറഞ്ച്. ഭാഗ്യസംഖ്യ 1, 3. ഭാഗ്യദിശ കിഴക്ക്. ഇനി ഈ ആഴ്ചയിലെ നിങ്ങളുടെ വഴിപാടുകൾ എന്തെല്ലാം? ഞായറാഴ്ച രാവിലെ സൂര്യഭഗവാനെ ജലം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമീപത്തെ ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മനസ്സിനും സമാധാനവും ആത്മവിശ്വാസവും ലഭിക്കാൻ ഉത്തമമാണെന്ന്. കഴിയുമെങ്കിൽ ദരിദ്രർക്ക് ഭക്ഷണമോ വസ്ത്രമോ നിങ്ങൾ ദാനം ചെയ്യാൻ ശ്രമിക്കുക. ഈ ആഴ്ചയിൽ നിങ്ങളുടെ മന്ത്രം ഓം ഹ്രൗം ഹ്രീം ഹ്രൗം സം സൂര്യായ നമഃ. ഈ മന്ത്രം 21 പ്രാവശ്യം ഭക്തിയോടെ ജപിക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും മാനസിക ശക്തിയും വർദ്ധിക്കുന്നതായി കാണാം.
ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച മുന്നേറ്റത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും അവസരങ്ങൾ ലഭിക്കാവുന്ന ആഴ്ചയാണ്. ക്ഷമയും വിവേകവും കൈവിടാതെ ചിങ്ങൻ രാശിക്കാർ മുന്നോട്ട് പോയാൽ പല കാര്യങ്ങളും അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ രാശിയും അനുഭവവും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. അടുത്ത ആഴ്ചയുടെ ഫലവുമായി വീണ്ടും കാണാം. നന്ദി.